ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നഴ്സറി മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ നാളായിട്ട് പെൻഡിങ് ആയിരുന്നു ഈ വീഡിയോ. കുഞ്ഞിനിപ്പം 8 months കഴിഞ്ഞു. ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം 36 weeks പ്രഗ്നൻ്റ് ആണ്. നിങ്ങൾക്ക് അവിടെ ഒരു ബോർഡ് കാണാം, അതിൽ ഞാൻ ഓരോ വീക്സും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഡെലിവറി ഇനി ഏത് സമയവും ആകാമെന്ന് ഡോക്ടർ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ നഴ്സറി സെറ്റപ്പ് ചെയ്യാനായിട്ട് ആരംഭിച്ചിരിക്കുന്നത്. അപ്പം ഇത് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ. കാരണം ഞങ്ങൾ സൂപ്പർ കിങ് സൈസ് ബെഡാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞങ്ങൾ ഒരു സിംഗിൾ ബെഡും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇട്ടിട്ടും നമുക്ക് സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു വലിയ വിൻഡോ ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഈ ബെഡ്റൂമിൽ ഞങ്ങൾ ഒരു മേക്കോറും ചെയ്യുന്നില്ല. ഈ കബോർഡിനൊക്കെ മേളിലിരിക്കുന്ന സാധനങ്ങളൊക്കെ റീഅറേഞ്ച് ചെയ്യണം, അതിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ കളയണം. പിന്നെ ഈ വോളാർട്ട് നമ്മുടെ പഴയ ഹോം ടൂറിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. സെയിം നമ്മുടെ ബെഡ്റൂമിൽ വെച്ചിട്ടുള്ള സെയിം വോളാർട്ട് തന്നെയാണ്. അതൊന്നും മാറ്റുന്നില്ല കേട്ടോ. ജസ്റ്റ് നഴ്സറി സെറ്റപ്പ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഒരു എക്സ്ട്രാ സ്പേസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ ഒരു സ്പേസിലാണ് ഞങ്ങൾ നഴ്സറി സെറ്റപ്പ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ. പിന്നെ ഇവിടെ ഒരു വലിയൊരു മിറർ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ അത്യാവശ്യം എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഈ ഒരു ഏരിയയിലാണ് ഞങ്ങൾ നഴ്സറി സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്തൊരു മേക്ക് ഓവറാണ് കേട്ടോ ഞങ്ങളുടെ നഴ്സറി സെറ്റപ്പ്. കാരണം ഫസ്റ്റ് ടൈം കൺസീവ് ആയപ്പം ഇങ്ങനെ ഒരു ഐഡിയ ഒന്നും മനസ്സിൽ വന്നിട്ടേ ഇല്ല. സെക്കൻഡ് ടൈം കൺസീവ് ആയപ്പോഴാണ് ഇങ്ങനെ ഒരു നഴ്സറി സെറ്റപ്പ് ഒക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആഗ്രഹത്തോടെ ചെയ്തതാണ്. പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്, ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരും റീസെൻ്റ്ലി ഡെലിവേർഡ് ആയിട്ടുള്ളവരും ഒക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഈ വീഡിയോയിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുമെങ്കിൽ ഐ എം സോ ഹാപ്പി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ ഒരു ലോങ് വ്യൂ. അപ്പം ഈ ഒരു വോളിനോട് ചേർന്ന് 2 ഡോറ് വരുന്നുണ്ട്. ഒന്ന് അറ്റാച്ച്ഡ് ബാത്റൂമും ഒന്ന് നമ്മൾ മെയിൻ ഈ റൂമിലോട്ടുള്ള എൻട്രൻസിൻ്റെ ഡോറുമാണ്. അപ്പം ഈ ഒരു വോളിലാണ് നമ്മൾ മേക്ക് ഓവർ ചെയ്ത് ഇവിടെയാണ് നമ്മൾ ക്രിബ് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വോളിന് എന്തെങ്കിലും ഒരു മേക്ക് ഓവർ ചെയ്യാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വോളിൽ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്തിട്ട് ക്രിബ് ഈ വോളിനോട് ചേർത്തിടാനായിട്ടാണ്. പിന്നെ കുഞ്ഞ് വന്നതിന് ശേഷം ക്രിബ് ഞങ്ങൾ ബെഡുമായിട്ട് ചേർത്താണ് ഇടാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ബോർഡ് ഉണ്ടല്ലോ, ഇത് ഞാൻ shein.com മേടിച്ചാണ് കേട്ടോ. ഞാനൊരു 20 weeks ആയപ്പം തൊട്ട് മേടിച്ചാണ്. അതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കുഞ്ഞിൻ്റെ ഓരോ മന്തും. ഇത് പിന്നെ ഒരു നൈറ്റ് ലാമ്പാണ് കേട്ടോ. പ്ലസ് വൈറ്റ് നോയ്സും ഉണ്ട്. കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് വൈറ്റ് നോയ്സ് വെക്കുന്നത് നല്ലതാണ്. എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. കുഞ്ഞിൻ്റെ ആ ഫസ്റ്റ് 3 months ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തൊരു സാധനമാണ് ആ നൈറ്റ് ലാമ്പ്. ഇവിടെ ആമസോണിൽ നിന്ന് മേടിച്ചാണ് നൈറ്റ് ലാമ്പ്. അപ്പം നമുക്ക് ഈ ഒരു ഏരിയയിൽ നഴ്സറി സെറ്റപ്പ് ചെയ്ത് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വോളാണ് നമ്മൾ ആദ്യം മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വോൾ മേക്ക് ഓവർ ചെയ്യാനായിട്ട് ഞാൻ shein.com കുറച്ച് വാൾ പേപ്പർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ചീപ്പായിരുന്നു കേട്ടോ. 5 dirhams എങ്ങാണ്ടേ ഉള്ളായിരുന്നു പെർ റോളിന്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്റ്റിക്കറാണ് കേട്ടോ, റൗണ്ട് ഷേപ്പിൽ ഉള്ള സ്റ്റിക്കറാണ്. അപ്പം ഞങ്ങളൊരു ജെൻഡർ ന്യൂട്രൽ തീമാണ് കേട്ടോ. പിങ്കും ഇല്ല ബ്ലൂവും ഇല്ല, ജസ്റ്റ് ജനറൽ ന്യൂട്രലായിട്ടാണ് ഞങ്ങൾ ഈ നഴ്സറി മേക്ക് ഓവർ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാനൊരു എർത്തി ടോൺസ് ആയിട്ടുള്ള ബ്രൗൺ ഷെയ്ഡ് ചൂസ് ചെയ്തത്. ഇതിൻ്റെ തന്നെ പല കളേഴ്സ് shein.com അന്ന് അവൈലബിൾ ആയിരുന്നു. ഇപ്പോഴും കാണും എന്താണേലും. അപ്പം ഞാൻ 2 റോളാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മതിയായിരുന്നു ഞങ്ങളുടെ ഈ ഒരു ചെറിയ വോളായതുകൊണ്ട്. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്കൊരു വോള് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് കേട്ടോ. ശരിക്കും ഒരു ഫുൾ വാൾ പേപ്പറൊക്കെ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത് ഒരു വലിയ പണിയാണ്. ഇതാണെ വളരെ സിമ്പിളാണ്. ഞാൻ റാൻഡമായിട്ട് ഞങ്ങൾ എല്ലാ കളേഴ്സും അവിടെ ഇവിടെ ആയിട്ടൊക്കെയാണ് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത്. ഇത് പല രീതിയിൽ ചെയ്യാം. കിഡ്സ് റൂമിലൊക്കെ ഇങ്ങനത്തെ വാൾ മേക്ക് ഓവർ ഒക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇത് ഈ ഒരു വാൾ മേക്ക് ഓവർ ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റ് ഒക്കെ ചോദിക്കായിരുന്നു ഇത് എങ്ങനെയാണ്, സ്റ്റിക്കർ ആണെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല, നമ്മൾ പെയിന്റ് ചെയ്തതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. വെറും സ്റ്റിക്കറാണ്. നമുക്ക് പിന്നീട് ഈ വോളിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്യാവുന്നതാണ് കേട്ടോ. കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് ഈസി അല്ലേ, അവരെ കൊണ്ട് ചെയ്യിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ ബാക്കിയെല്ലാം ഒട്ടിച്ചത് മോനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വോളിൽ സ്റ്റിക്കേഴ്സ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. ഇപ്പം തന്നെ ആ ഒരു വോള് കംപ്ലീറ്റ്ലി ഭയങ്കര ഡിഫറെൻ്റ് ആയി. പിന്നെ ഒട്ടിച്ച് വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നമ്മുടെ ഡോറ് ബ്രൗൺ കളറായതുകൊണ്ട് അതുമായിട്ട് നല്ല മാച്ചിങ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ ഈ ഒരു 3 വോൾ ആർട്ട് ഓൺലൈൻ shein.com തന്നെയാണ് ഇത് മേടിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രിൻ്റ് ആണ് കേട്ടോ. പക്ഷെ ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു വരുമ്പം ക്വാളിറ്റി എങ്ങനെ ഇരിക്കും എന്നൊക്കെ. പക്ഷെ വന്നപ്പോൾ നല്ല ക്വാളിറ്റി ആയിരുന്നു. പ്ലസ് നല്ലതായിട്ട് റോളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പാക്കൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഫ്രെയിമിലാക്കുവാണ്. അപ്പോൾ നമുക്ക് നഴ്സറി റിലേറ്റ് ചെയ്ത് ക്യൂട്ടായിട്ടുള്ള ഇതുപോലത്തെ കുറേ പ്രിൻറ്റ്സ് shein.com കേട്ടോ. ഈ 3 എണ്ണത്തിനും കൂടെ എനിക്ക് തോന്നുന്നു 12 dirhams അങ്ങനെ കണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ ഈ ഒരു വോളിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് ഞങ്ങൾ ഹാങ് ചെയ്യുകയാണ്.
നെക്സ്റ്റ് ആയിട്ട് ഞങ്ങൾ ഐക്കിയെന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഈ ഒരു ഷെൽഫാണ് കേട്ടോ. ഇത് നമ്മുടെ സ്പൈസസ് ഒക്കെ വെക്കുന്ന ഒരു ചെറിയ ടൈപ്പ് ഷെൽഫാണ്. അപ്പം അത് 15 dirhamsോ 12 dirhamsോ അങ്ങാണ്ടേ ഉള്ള ഐക്കിയയിൽ, വളരെ ചീപ്പാണ്. അപ്പം ഇത് ഈ നഴ്സറിയിലൊക്കെ വെക്കാൻ നല്ല സൈസ് ആണെങ്കിലും കാണാനുള്ള എസ്തെറ്റിക്സ് ആണെങ്കിലും ഒക്കെ നല്ലതാണ്. പിന്നെ ഇത് നഴ്സറി ഓർഗനൈസേഷന് വേണ്ടി മേടിച്ചാണ്. നിങ്ങൾക്ക് നഴ്സറി ഞാൻ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തതെന്നൊക്കെ ഉള്ള വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടാം. ഞാൻ ഓൾറെഡി വീഡിയോ ഒക്കെ ആ സമയത്ത് എടുത്തു വെച്ചിട്ടുണ്ട്, ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഇടാം. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഓർഗനൈസേഷൻ ഒന്നും ആഡ് ചെയ്യുന്നില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഷെൽഫ് ഹാങ് ചെയ്യാം. അപ്പം ക്രിബിനൊക്കെ തൊട്ട് മുകളിലായിട്ട് വരുന്ന പോലെയാണ് ഹാങ് ചെയ്യുന്നത്. ഇത് ഹാങ് ചെയ്യാനായിട്ട് ഒരു പാടുമില്ല കേട്ടോ. ഇൻസ്ട്രക്ഷൻ മാനുവലും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ വോളാട്ട് ഹാങ് ചെയ്തു ഫസ്റ്റ് തന്നെ. അപ്പോൾ അതിന് മുകളിലായിട്ടാണ് ഈ ഒരു ഷെൽഫ് ഹാങ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു പ്ലെയിൻ വോൾ ഇപ്പോൾ നോക്കുമ്പോൾ എന്ത് ചേഞ്ച് ആണ് വന്നല്ലേ. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ആ വോള് മേക്ക് ഓവർ ചെയ്തെടുത്തു. ഇനി മെയിൻ ഐറ്റം ക്രിബ്. അത് ഞങ്ങൾ നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഐക്കിയെന്നാണ് ഈ ക്രിബ് മേടിച്ചിട്ടുള്ളത്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു ജെൻഡർ ന്യൂട്രൽ തീമിൽ ഒരു വുഡൻ ക്രിബാണ് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐക്കിയുടെ ക്രിബാണ്. പിന്നെ ഈ ക്രിബിന് 2 ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ഹൈ ആക്കി വെച്ചിരിക്കുകയാണ്. കുറച്ച് ലോ ഹൈറ്റിലും വെക്കാവുന്ന അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. കുഞ്ഞ് കുറച്ചുകൂടി വലുതൊക്കെ ആകുമ്പോൾ നമുക്ക് ലോ ഹൈറ്റിൽ വെക്കാം. നമുക്ക് കുഞ്ഞ് പുറത്തോട്ട് ചാടും എന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ ഐക്കിയെന്ന് മേടിച്ചുകൊണ്ട് തന്നെ ഐക്കിയെന്ന് തന്നെ ഞങ്ങൾ മാട്രസും അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഷീറ്റും പിന്നെ ഫിറ്റഡ് ഷീറ്റും എല്ലാം തന്നെ നമുക്ക് ഐക്കിയ തന്നെ അവൈലബിൾ ആണ്. പിന്നെ ഫ്യൂച്ചറിൽ ക്രിബിന്റെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ടും നമുക്ക് ഐക്കിയ തന്നെ പോയാൽ മതി, പല കടകളിൽ കയറി ഇറങ്ങേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഐക്കിയെന്ന് തന്നെ മേടിച്ചത്. പിന്നെ ഐക്കിയയുടെ ക്രിബിന്റെ ആ ഒരു സിമ്പിൾ ലുക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം ബേബി ഷോപ്പിലൊക്കെ പോയി നോക്കി, പക്ഷെ ബേബി ഷോപ്പിലൊക്കെ ഭയങ്കര ബൾക്കി ആയിട്ട് തോന്നുമായിരുന്നു. ഐക്കിയയുടെ ക്രിബ് ഭയങ്കര സിമ്പിൾ ആൻഡ് നീറ്റ് ലുക്കായിരുന്നു. അപ്പൊ ഇതിന്റെ തന്നെ പല കളർ അവൈലബിൾ ആണ് കേട്ടോ ഐക്കിയയിൽ. ഭയങ്കര നീറ്റ് ആയിരുന്നു, ഭയങ്കര ബൾക്കി ആയിട്ട് തോന്നില്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റുമാണ്. അതാണ് ഞങ്ങൾ ഐക്കിയെന്ന് തന്നെ ക്രിബ് ചൂസ് ചെയ്തത്. അപ്പം ഞങ്ങൾ മാട്രസ് പ്രൊട്ടക്ടറും ഫിറ്റഡ് ഷീറ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഇടുവാണ്. മോൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ക്രിബ് മുഴുവൻ സെറ്റ് ചെയ്തതൊക്കെ മോൻ തന്നെയാണ് കേട്ടോ. അവന് തന്നെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവൻ തന്നെയാണ് മിക്ക കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ ക്രിബൊക്കെ സെറ്റാക്കി നമ്മൾ ബെഡൊക്കെ നമ്മൾ പില്ലോയും ഐക്കിയെന്ന് തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചു. പിന്നെ ഈ ഒരു സംഭവം വെച്ചോട്ടോ, ഇതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ക്രിബിൽ വെക്കുന്ന കുഞ്ഞുങ്ങൾ കളിപ്പിക്കുന്ന ഒരു ചെറിയ ടോയ് പോലെ, അതിനൊരു മ്യൂസിക് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. അത് റിയൽ കാണുമ്പോൾ ഒരു പീച്ചിഷ് ഓറഞ്ച് കളറാണ് കേട്ടോ. പക്ഷേ വീഡിയോയിൽ അത് പിങ്ക് ആയിട്ടാണ് തോന്നുന്നത്, പക്ഷെ ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ. അപ്പോൾ മെയിൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റൈൽ ചെയ്യാം ക്രിബ്, കുറച്ച് ഡെക്കറേറ്റും ചെയ്യാം. അപ്പോൾ ക്രിബും ഷെൽഫും ഒക്കെ സ്റ്റൈൽ ചെയ്തതിന് ശേഷം ഞാൻ നഴ്സിംഗ് ചെയറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഞങ്ങൾ പുതുതായിട്ട് മേടിച്ചതായിരുന്നു ആ സമയത്ത്. ഇത് ഞങ്ങൾ ജൂനിയേഴ്സിൻ്റെ ബ്രാൻഡിൻ്റെ ബേബി ഷോപ്പിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഗ്ലൈഡർ ചെയറാണ്, റോക്ക് ചെയ്യുന്ന ടൈപ്പ് ചെയറാണ്. അതിൻ്റെ തന്നെ ഒരു ഓട്ടോമൻ പോലെ ലെഗ് വെക്കാനായിട്ടൊരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ സൈഡ് പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. കുഞ്ഞിന് ആദ്യത്തെ ഒരു ഫസ്റ്റ് 3 months ഞാൻ നേഴ്സ് ചെയ്യുന്നത് ഇതിൽ തന്നെ ഇരുന്നായിരുന്നു കേട്ടോ. ബാക്കിനൊക്കെ നല്ല റിലീഫായിരുന്നു. ഈ പറഞ്ഞ പോലെ എൻ്റെ സെക്ഷനും കൂടെ ആയിരുന്നു സെക്കൻഡ് ഡെലിവറി. ഫസ്റ്റ് നോർമലായിരുന്നു. അപ്പം എനിക്ക് ബാക്കിനൊക്കെ ഇതുവരെയും ദൈവം അനുഗ്രഹിച്ച ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ ബാക്ക് പെയിനും കാര്യങ്ങളൊന്നുമില്ല. ഈ നേഴ്സ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ ഈ ഒരു നേഴ്സിംഗ് ചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് നേഴ്സ് ചെയ്തത്. പിന്നെ നമുക്ക് മാത്രമല്ല, നമ്മൾ വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ ഇതിലിരുന്ന് റിലാക്സ് ചെയ്യാം കേട്ടോ. കാരണം നല്ല സുഖമാണ് അതിലിരുന്ന് ആടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ. നല്ല രസമാണ്. ഫോണൊക്കെ നോക്കാനും ഒക്കെ നമുക്ക് അതിലിരുന്ന സമയം കളയാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ നഴ്സറി മേക്ക് ഓവർ കംപ്ലീറ്റ് ആയി. അപ്പം നമുക്ക് ഇനി ഫൈനൽ ലുക്ക് ഒന്ന് കാണാം നമ്മുടെ നഴ്സറിയുടെ.
അപ്പം നമ്മൾ ഡോറ് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ, ഞാൻ ബെഡ്റൂമിൻ്റെ ഏരിയ ഒന്നും തന്നെ മേക്ക് ഓവർ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ആ മേളിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു, വേണ്ടാത്ത കാർഡ്ബോർഡും കാര്യങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്തു, പിന്നെ നല്ലൊരു ഷീറ്റൊക്കെ വിരിച്ചിട്ടു. അതല്ലാതെ വേറെ ഒന്നും ഞാൻ അവിടെ ചെയ്തിട്ടില്ല. എല്ലാം ചെയ്തത് ഈ ഒരു ഓപ്പോസിറ്റ് വോളിലാണ്. പക്ഷെ ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ചെറിയ കുഞ്ഞിനെ ബ്ലാങ്കറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് റീസ്റ്റൈലൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ഒരു 1 അവറിനുള്ളിൽ എങ്ങാണ്ട് ചെയ്തതാണ് ഞങ്ങൾ ഈ ഒരു വോൾ മേക്ക് ഓവറും. ഈ ഒരു ഷെൽഫൊക്കെ ആണെങ്കിലും ഡ്രില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് തന്നെയാണെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സിമ്പിളായിട്ടൊരു നഴ്സറി മേക്ക് ഓവറാണ്. കുഞ്ഞിൻ്റെ ഈ ഒരു മുസ്ലിം ക്ലോത്തും ഞാൻ shein.com തന്നെ മേടിച്ചാണ് കേട്ടോ. കുറേ ഐറ്റംസ് ഒക്കെ shein.com മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ലതായിരുന്നു കേട്ടോ. കുഞ്ഞ് ഇപ്പം ആയിട്ട് ഒരു 8 months ഒക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചത് വേസ്റ്റ് ആയിപ്പോയി, കുറേ കാര്യങ്ങളൊക്കെ നല്ല യൂസ്ഫുൾ ആയി. അപ്പം അതിൻ്റെയൊക്കെ എന്തെങ്കിലും വീഡിയോസോ റിവ്യൂസോ ഒക്കെ വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് റൂമിൻ്റെ ഒരു ലോങ് വ്യൂ. ഇനി കറൻ്റ്ലി എങ്ങനെയാണെന്നുള്ളതും കൂടെ കാണിക്കാം. അതായത് മോന് പകല് ഉറങ്ങുന്നൊരു സമയമാണ് കേട്ടോ. അപ്പം ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ നഴ്സറി മേക്ക് ഓവർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വീഡിയോസൊക്കെ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഓൾ. ബൈ.